അപ്പോൾ നമ്മുടെ രണ്ടാം ട്രിപ്പ് മലക്കറി വേസ്റ്റ് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ തേയില ചണ്ടി, വാഴപ്പഴത്തൊലി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഉള്ളി തൊലി, അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളാണ്. അപ്പോൾ നമ്മളെ വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് BSF ലാർവ. അപ്പോൾ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് അതിനകത്തോട്ട് ഇടുക. ഇട്ട് കഴിഞ്ഞ് പഴയതുപോലെ നമ്മൾ മൂടി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മളെ പൈപ്പ് വഴി നമ്മളെ ജൈവ സ്ലറി ഒഴുകി വന്നിട്ടുണ്ട്. ഇതാ ഇത്രയുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും ഇത് ഒരുപാടായിട്ട് എടുത്ത് ചെടിയൊക്കെ ഒഴിക്കാമെന്ന്. അങ്ങനെ വിചാരിക്കരുത്. കാരണം ഒരുപാട് ദിവസം ഇരുന്നാൽ അത് വല്ലാത്തൊരു സ്മെല്ലാണ്. അപ്പോൾ ഇതേപടി കൊണ്ടുവന്ന് ഒഴിച്ചാലും നമ്മുടെ ചെടികൾ വാടിപ്പോവും. അതിന് കുറച്ച് വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടിയൊക്കെ ഒഴിക്കാവുന്നതാണ്. അത് ഒരുപാടൊന്നും ഒഴിക്കേണ്ട, കുറേശ്ശെ നമ്മളെ ചെടിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഗ്രോ ബാഗിലും തറയിലും നിൽക്കുന്ന എല്ലാ തരം ചെടികൾക്കും നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ബെസ്റ്റ് ഒരു വളമാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പഴയതുപോലെ നമ്മളെ ഈ കപ്പ അത് കണക്ക് കൊണ്ടുവച്ചിരുന്ന ഇതുപോലെ 2-3 ദിവസം കഴിയുമ്പോൾ അടുത്ത സ്ലറി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു വളം നമുക്ക് നമ്മുടെ ചെടിയൊക്കെ നൽകിക്കൊണ്ടിരിക്കാൻ പറ്റും. അത് നമ്മളെ ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലൊരു കാര്യമാണ്, നല്ലൊരു വളമാണത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.